ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു കഫ്താൻ മോഡൽ കുർത്തിയുടെ കട്ടിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ പഴയൊരു ഷാളാണ് എടുത്തിട്ടുള്ളത്. ഷാൾ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം മടക്കിയിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൂടുതൽ മാർക്കിംഗ് ഒന്നും ഇതിൽ വരുന്നില്ല, വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഫുള്ള് മാർക്കിങ്ങും ഈ നല്ല വശത്താണ് വരുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതൊരു വി ഷേപ്പിൽ വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അത് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫസ്റ്റ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ആ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഉൾവശത്തും പുറത്തുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റിലും ഇതുപോലെ ക്രോസ് പീസ് എടുത്തിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. കറക്റ്റ് മടക്കുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് മോശം വശത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അളവ് ഡ്രസ്സ്, നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് അളവ് വരുന്നത് ആ അളവ് ഡ്രസ്സ് ഇതിൻ്റെ മുകളിൽ കൂടി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കും ഷോൾഡറും ഒക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ വെച്ചിട്ട് ഞാൻ അളവിനെടുത്ത ഡ്രസ്സ് കുറച്ച് ഫ്ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട്. അത്രയും ഫ്ലെയർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫ്ലെയർ ആവശ്യം അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ മാർക്ക് ചെയ്യുമ്പം കക്ഷത്തിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. രണ്ട് സൈഡും അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ചിലാണ് ഷേപ്പ് വരുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വിട്ടിട്ട് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്തതിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേറെ മാർക്കിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഇതിൽ വരുന്നില്ല. താഴെ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കറക്റ്റ് ഇങ്ങനെ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തുണി നീങ്ങിപ്പോവാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ബൈ.